പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ഊർജം നമുക്ക് പകർന്നു തന്ന് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് നമ്മളെ താഴ്ത്തി കൊടുക്കാം. ഒരു വാക്യം വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ മോശയ്ക്ക് ലഭിച്ച വലിയ ഒരു വെളിപ്പാടാണിത്. വിശ്വാസത്താൽ മോശ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. ആ നാളുകളിൽ മിസ്രയീമ്യ സാമ്രാജ്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം. ഏറെക്കുറെ മുഴു ലോകത്തിൽ നിന്നും മിസ്രയീമിലേക്ക് നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ നാളുകളിൽ മിസ്രയീമ്യ കൊട്ടാരത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ധനം ഉണ്ടായിരുന്നത്. ആ നിക്ഷേപങ്ങളെല്ലാം നിരസിച്ചുകൊണ്ട് നിന്ന സന്തോഷത്തോടെ തെരഞ്ഞെടുത്തത് സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഈ കൃപായുഗത്തിൽ ചില വിശുദ്ധന്മാർ തങ്ങളുടെ സൽപ്പേര് നഷ്ടപ്പെടത്തക്ക നിന്ദയിലൂടെ കടന്നു പോകുമ്പോൾ അധൈര്യപ്പെട്ട് ശുശ്രൂഷയും ആത്മീക ജീവിതവും ഉപേക്ഷിക്കുന്നു. എന്നാൽ വേദപുസ്തകം കൈവശമില്ലാത്തവനും ആരെങ്കിലും നിന്ന് തെരഞ്ഞെടുത്തതായി കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തവനുമായ ഒരു മനുഷ്യൻ ലോകനിക്ഷേപങ്ങളെ നിരസിക്കുന്നതായി കാണുന്നു. വിശ്വാസമാണിതിനായി മോശയെ പ്രാപ്തനാക്കിയത്. നിന്നയെ വലിയ ധനമായിട്ടെണ്ണുവാൻ കഴിഞ്ഞു എന്ന് എത്ര വിശുദ്ധന്മാർക്ക് മോശയോട് ചേർന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കും. ലോക മനുഷ്യർ നിന്നയെ വെറുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ധനമുള്ളവർ അവയെ യഥാർത്ഥ നിക്ഷേപമായി സ്വീകരിക്കും. ദൈവവേദനേ, അവൻ പ്രതിഫലം നോക്കിയതുകൊണ്ട് ക്രിസ്തു നിമിത്തം പകയ്ക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസമുള്ളവർ തങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കുവാൻ പോകുന്ന വലിയ പ്രതിഫലത്തെ നോക്കി സന്തോഷിച്ച് ആനന്ദിച്ച് ആർപ്പിടും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-23, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11-12 ഈ വാക്യങ്ങൾ അതാണ് തെളിയിക്കുന്നത്. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഈ പ്രഭാതയാമത്തിൽ കടന്നു വരുവാനും ദൈവിക ചിന്തകളാൽ നിറയുവാനും കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയാണ് ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്നതെന്നോർത്ത് തിരുനാമത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ നിന്നതല്ല കർത്താവെ, ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്ന് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന വലിയ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ ശാരീരികമായി ക്ഷീണിതരാണ്, ആരോഗ്യത്തിന് ഭംഗം വന്നിട്ടുള്ളവർ അനേകരുണ്ട്. അവരെയെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം നീട്ടി എല്ലാവരെയും അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പ്രതികൂലങ്ങളിലൂടെ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ പ്രഭാതയാമത്തിൽ അവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.